ബാബുൻ ബാബു ബാബുമാ യജൂസു കഴിഞ്ഞ ബാബ് നമ്മൾ പറഞ്ഞ ബാബുൽ ഖുറൂജ് ഫി തലബിൽ ഇൽമിയാണ്. അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാം ഇൽമ നേടാൻ പോയ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനിയിപ്പോ നമ്മൾ പറയുന്നതോ ബാബു ഫളി മൻ അലിമ. തലബുൽ ഇൽമിന് വേണ്ടി പോകുമ്പോൾ എന്തായാലും പഠിക്കുന്നു, മനസ്സിലായില്ല? പഠിച്ചാ പിന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ബാബു മറ്റേ ബാബുമായി കൊണ്ട് വലിയ അഭേദ്യമായ ബന്ധമുണ്ട്. ബാബു ഫളി മൻ അലിമ. പിന്നെന്ത് ചെയ്തു? വഅല്ലമ എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞമ്മൾക്ക് അതിനെ വിശാലമാക്കി തരുന്നത്, വിശദമാക്കി തരുന്നത്, ബയാൻ ചെയ്തു തരുന്നത് ഒരു ഉദാഹരണത്തിൽ കൂടിയാണ്. ഇപ്പൊ നമ്മൾ പറയും അതെന്ത് കുറെ ഓതിയിട്ട് എന്താ ഫലം? കേട്ടിട്ടുണ്ടോ? അവൻ ഓതിയിട്ട് എന്താ ഫലം ചോദിക്കത്തില്ല. എന്തിനാ പഠിക്കാൻ പറയും? ഇവിടെ ഇരിക്കണ്ട, ഇതിനകത്തുള്ളതല്ലേ. അവനെ കൊണ്ട് ഇവിടെ ഇരുത്ത്, രണ്ടും കാര്യം ഇവിടെ ഇരുത്ത്, ഇവിടെ ഇരിക്കാൻ കാര്യം. ഇപ്പൊ കൂടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അവനെ വിടും. ബുഖാരിക്കകത്തൊന്ന് കുടിക്കണം അവിടെ നിന്ന്. അപ്പൊ നമ്മൾ പോയിക്കല്ല, അവൻ പഠിച്ചിട്ട് എന്താ കാര്യം? പഠിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കും, പക്ഷെ അത് ഫലം ചെയ്യുന്ന പല വിധത്തില. മഴ, അല്ലാഹു തആല ഇറക്കുന്ന മഴ ചില ഭൂമികളിൽ അത് പിടിച്ചു വെക്കും. ആ ഭൂമിയിൽ നിന്നും പലതും പൊട്ടി വിടർന്ന് വരും. ചില ഭൂമി പിടിക്കത്തേയില്ല, ചില ഭൂമി പിടിക്കും. പിടിച്ച അതിനകത്ത് വൃത്തികേടൊക്കെ മുളച്ചു. അങ്ങനെ ഒരു ഉപമയിൽ കൂടിയാണ് പഠിക്കലും പഠിപ്പിക്കലും. ഇൽമിന്റെ പ്രയോജനം എങ്ങനെ വരും എന്ന് ഉപമയിൽ കൂടി പഠിപ്പിച്ചതാണ്. അത് നേരത്തെയുള്ള ബാബുമായിട്ട് ബന്ധമാണ്. കാരണം നേരത്തെയുള്ള ബാബു പ്രവാചകനായിട്ട് പോലും വേഗം പൊയ്ക്കോ പഠിക്കാൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞില്ല പൊയ്ക്കോ പഠിക്കാൻ. അവിടെ ഒരാളുണ്ട്, അവിടെ പോയി പഠിച്ചു. ബഹ്റൈനിൽ മജ്മഅൽ ബഹ്റൈനിൽ ഒരാളുണ്ട്, അവിടെ പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇൽമു പഠിക്കാൻ പോയിട്ട് പാടൊക്കെ ഇച്ചിരി പൈസയൊക്കെ വേണ്ടി വരും, ചെലവുണ്ട്. ചെലവായിട്ട് പോകണം, അല്ലെങ്കിൽ നാട്ടുകാർ ചെലവ് തരും. അതിപ്പോ അല്ലാഹു തആല പണ്ട് ഇൽമിന് കൊടുത്തൊരു പവറാ. അല്ലെങ്കിൽ ഞമ്മക്കൊക്കെ നിന്ന് ചോറ് ഒടിച്ചോണ്ട് തരും. നമ്മളെ അസർസാക്കാക്കടെ മോഹനായി എന്നതല്ല, പിന്നെയോ നമ്മൾ ഈ വേഷം ഈ ജാതി ഇവിടെ ഈ പൊട്ടീസൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് ചെയ്യുന്നത് നമ്മളല്ല. പിന്നെ നിങ്ങളെ ഈ യാസീന്റെ വശത്തിൽ ആരും ചെന്ന വല്ലതും പഠിച്ചു വരും. ഒരു തിരിച്ചോട് നോക്കത്തില്ല, പോടാന്ന് പറയും അല്ലേ? അങ്ങനെയല്ല, നമ്മളതല്ല സദാ ഒരു ചാവടിച്ചിട്ട് നിർബന്ധിക്കും. ഇതിന്റെ കാര്യം ഇൽമിന് അള്ളാഹു കൊടുത്തിരിക്കണം. അവളാണ് വേറൊന്നിനത് കൊടുത്തിട്ടില്ല. എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ഒരു മന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും അവനൊന്നും ഈ പവറില്ല. ഏത് പ്രധാനമന്ത്രി കൊണ്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു അല്ലേ വീട്ടിൽ? ആരുണ്ട്? ഒരാലിമിനെ ആദരിച്ച് ബഹുമാനിച്ചിരിക്കുന്നത് പോലെ മറ്റവരെ ബഹുമാനിച്ചിരിക്കുമോ? ഇരിക്കുമോ? ഇല്ല. അവരെ ബഹുമാനിക്കാൻ അവർ തന്നെ ആൾക്കാരെ ശമ്പളം കൊടുത്ത് തീർത്തണം. നമ്മളാർക്ക് ശമ്പളം കൊടുത്ത് നിർത്തണ്ട, മനസ്സിലായേ? എന്നാൽ അവരെക്കാൾ രാജപ്രൗഢിയായിട്ട് നമ്മൾ ജീവിക്കുന്നു. ഒന്നിനും ഒരു തകരാറും. അത് ഇൽമിന് കൊടുക്കുന്ന പവർ. ബാബു ഫളിമൻ, ഒരാളുടെ ശ്രേഷ്ഠതയിൽ പറയുന്ന പാഠം. അലിമ, അയാൾ അറിഞ്ഞു. വഅല്ലമ, അറിഞ്ഞതിനെ പകർന്നു കൊടുക്കുകയും ചെയ്യും. അറിഞ്ഞത് മാത്രമല്ല, പകർന്നു കൊടുത്തു. പകർന്നു കൊടുക്കുന്ന പൈസയ്ക്ക് വേണ്ടി ആകരുത്. പൈസയ്ക്ക് വേണ്ടി പകർന്നു കൊടുത്താൽ കൂലി കിട്ടും. ശമ്പളത്തിന് വേണ്ടി പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുമ്പോൾ ശമ്പളം വരും എന്ന് നമ്മൾ കരുതണം.
എന്താ പട്ടാളപ്പാപ്പ കൊട്ടൂർ സാറിനോട് ചോദിച്ചാണത്, എന്താ ജോലി? അല്ലാഹു തആലയ്ക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അവൻ പഠിപ്പിക്കുകയാണ്, എഴുതി പഠിപ്പിക്കും. 2 മാസം നമ്മളെന്നാലും ഇയാൾ പഠിപ്പിക്കും ഇല്ലേ? ജമാഅത്തിൽ സേവനം. എന്ത് സേവനം? 1 മാസം ശമ്പളം കൊടുത്തില്ലെങ്കിൽ അറിയാം സേവനം എടുപ്പരാവും. മുഅല്ലിം ഇല്ലേ? പേര് മുഅല്ലിം എന്നാ, പക്ഷെ ശമ്പളം കൊടുത്തില്ലെങ്കിലോ 2-ന് 3-ന് വേണം ഉണ്ടാവും. അപ്പൊ ആ പഠിപ്പിക്കൽ ആർക്ക് വേണ്ടിയായി? പൈസക്ക് വേണ്ടി. എന്തോ ഉസ്താദെ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവർക്ക് വല്ലതും കഴിക്കണ്ടേ? നമുക്ക് വല്ലതും കഴിക്കണം, നമ്മളെ കാര്യങ്ങൾ നടക്കണമെന്ന് അല്ലാഹു തവക്കുലാക്കി പഠിപ്പിച്ചാൽ അതെല്ലാം വരും. നമ്മളെ ചോദിക്കേണ്ട കാര്യമില്ല. കറക്റ്റ് 1-ാം തീയതി നമ്മൾ അവിടെ വരുന്നില്ല. അപ്പൊ അത് നല്ല രീതിയിൽ മനസ്സിലാക്കി. ഇൽമിന് പഠിച്ചവൻ കൊടുത്തതിന് പോകും, ഭയങ്കര പോകും. വേറൊരു സാധനത്തിനും അത് കൊടുത്തിട്ട്. حدثنا محمد بن العلاء قال حدثنا حماد بن أسامة عن بريد بن عبد الله النبي بردة النبي موسى رضي الله عنه عن النبي صلى الله عليه وسلم قال തങ്ങൾ പറയുന്നു, മസലുമ ഒന്നിന്റെ ഉപമ, ഒരു വിജ്ഞാനത്തിന്റെ ഉപമ, ഒരു റിസാലത്തിന്റെ ഉപമ, ഒരു നുബുവത്തിന്റെ ഉപമ. എന്തിന്റെ മേലും വാക്കിയാക്കാം. ബഅസനി അല്ലാഹു എന്നെ നിയോഗിച്ചു, ബിഹി ആ ഒന്നുകൊണ്ട്. ആ ഒന്ന് എന്തിനാൽ? അവിടെ തന്നെ പറയട്ടെ. മിനൽ ഹുദാ സന്മാർഗവും, വല്ലിൽമി ഇൽമിനാലും. കമസലിൽ ഗൈസിൽ കസീർ പെരുത്ത മഴ പോലെയാണ്. അസ്വാബ അർദൻ ആ മഴ ഭൂമിയിൽ പെയ്യുന്നു, ഭൂമിയെ അതെത്തിക്കുന്നു. ഫകാന മിൻഹാ ആ ഭൂമിയിൽ പെട്ടതാണ് നഖിയ്യത്തുൻ നല്ല ഭൂമി. ഖബിലത്തിൽ മാ വെള്ളത്തിനെ സ്വീകരിക്കുന്നു. ഫഅംബത്തത്തിൽ കല ആ പുല്ലുകളെ മുളപ്പിക്കുന്നു. വൽ അശബ പുഷ്പങ്ങളെയും മുളപ്പിക്കുന്നു. വൽ കസീർ അങ്ങനെ പുല്ലുകളും പുഷ്പങ്ങളൊക്കെ മുളപ്പിക്കുമ്പം അതുകൊണ്ട് ഒരുപാട് ജന്തുജാലങ്ങൾ പ്രയോജനം എടുക്കുന്നു ഇല്ലേ? കന്നാലികൾ വന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറിച്ചുകൊണ്ട് പോകുന്നു, നമ്മൾ പറിച്ചുകൊണ്ട് വിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളവിടെ കൃഷി ചെയ്തെടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാ. വക്കാനത്ത് പിന്നെ ആ ഭൂമിയിൽപ്പെട്ടതാണ് അജാദിബായ ഭൂമി എന്ന് പറഞ്ഞാൽ അതിന്റെ മായന വെള്ളം ഭൂമിയിലേക്ക് താണു പോകുന്നു. അവിടെ ഇതൊന്നും കിളിക്കുന്നില്ല. അംസക്കത്തിൽ ആ വെള്ളത്തിനെ അത് പിടിച്ചു വെക്കുന്നു. ഫനഫഅല്ലാഹു ബിഹാ അന്നാസ അങ്ങനെ ചില ഭൂമികൾ. അതുകൊണ്ടാണ് നമ്മൾ കിണറൊഴിക്കുമ്പോൾ വെള്ളം വരുന്നത്. മനസ്സിലായില്ല? ആ മഴ ഇവിടെ ഊറ്റിറങ്ങിയിട്ട് അവിടുന്ന് എന്ത് ചെയ്തതാണ് വരുന്നതാണ്. മനസ്സിലായ? പിന്നെ ചില വെള്ളമുണ്ട്, അതുകൊണ്ട് ഷരീബ് അവർ നിസ്കരിക്കുന്നു, വസഖവ് അവർ കുടിപ്പിക്കുന്നു, വസറഹു ആ വെള്ളം കൊണ്ട് കൃഷി ചെയ്യുന്നു, എല്ലാം അങ്ങനെ ഒരൈറ്റം. വാസാബത്ത് മിൻഹ ആ ഭൂമിയിൽ നിന്നും എത്തുന്നു. ആ ത്വാഇഫത്തൻ ഉഖ്റ അസാബത്ത് ആ മഴ എത്തിക്കുന്നു. മിൻഹ ഭൂമിയിൽ നിന്നും ത്വാഇഫത്തൻ ഉഖ്റ മറ്റൊരു സ്ഥലത്തിന്. അല്ല പിന്നെ ഇന്നമാഹി ആ ഭൂമി ആ മറ്റൊരു സ്ഥലം ഖീആനുൻ മിനുസമായതാണ്. ലാ തുംസിക്കുമാൻ വെള്ളത്തെ പിടിക്കുകയില്ല. പാറക്കല്ലില്ലാത്ത വെള്ളം വേണം അടയ്ക്കുവോ? വലാ തുമ്പിത്തു കലാൻ പാറക്കല്ലിന്മേലെ പുല്ല് മുളയ്ക്കുവോ? ഇല്ല. അങ്ങനത്തത്. എന്നാൽ അവിടെ വെള്ളം വീഴുന്നു. ഇവിടെ എല്ലായിടത്തും ഒരേപോലെ വെള്ളം വീണേക്കുന്നത്. ഫദാലിക ഇതാണ് ഈ പറഞ്ഞതാണ് മതലുമൻ ഒരാളുടെ ഉപമ. ഫഖുഹ അയാള് പഠിച്ചു ഫീ ദീനില്ല അല്ലാഹുവിന്റെ ദീനിലായിട്ട്. വനഫഅഹു അതിന് പ്രയോജനം ചെയ്തു. കണ്ട വനഫഅഹു ഒരു ദീനിന് ആ ഇൽമ പ്രയോജനം ചെയ്തു. ബഅദനില്ലാഹു ബി ആ ഒരു ദീൻ കൊണ്ടാണ് എന്നെ നിയോഗിച്ചത് അല്ലാഹു തആല. ഫഅലിമ അവൻ അറിഞ്ഞു, വഅല്ലമ പഠിപ്പിച്ചു. അതാദ്യം പറഞ്ഞത്. വെള്ളം വീണു, അവിടുന്ന് മുളച്ചു, ആ മുളപ്പ് കൊണ്ട് എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു. ഒരു ജാതി വന്നു. കണ്ടാ മസലുമൻ ഒരാളുടെ ഉപമ ലം യർഫഅ ബിദാലിക റസൻ ആ ഭാഗത്തേക്കേ തിരിഞ്ഞില്ല. അതാ അതിന്റെ അർത്ഥം. തല അങ്ങോട്ട് തിരിച്ചതേ ഇല്ല, ആ ഭാഗത്തേക്കേ തിരിഞ്ഞില്ല.
അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മിനുസമായ ഭൂമി. ഏത് മിനുസമായ പാറക്കല്ല്, വെള്ളം വീണാലും അതിനൊക്കെ ഇൽമു കേട്ടാൽ അങ്ങോട്ടൊന്നും തിരിയത്തില്ല. ഫലം യഖ്ബൽ ഹുദല്ലാ, അള്ളാഹുവിന്റെ ഹുദയെ സ്വീകരിച്ചില്ല. അല്ലദീ, എങ്ങനത്തെ ഹുദയാണ്, ഉർസിൽതു ബി, അതിനെ കൊണ്ട് എന്നെ അയക്കപ്പെട്ടു. ഇനി അവിടെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ ഇനി അടുത്ത ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടാ. ഖാല അബൂ അബ്ദില്ലാ ഖാല ഇസ്ഹാഖ് വകാന മിന്നാ, ഭൂമിയിൽപ്പെട്ടതാണ് ത്വായിഫത്തുൻ ഖയ്യലത്തിൽ മാഅ, അതാ പിന്നെ ഖാഉൻ യഅലൂഹുൽ മാഉ വസ്സഫ്സഫു അൽ മുസ്തവി മിനൽ അർള്. മറ്റുള്ള ഹദീസിന്റെ ഈ പറഞ്ഞ വിഷയങ്ങളുമായിക്കൊണ്ട് ബന്ധപ്പെട്ട മറ്റുള്ള ഹദീസുകളിൽ നിന്നും ഇമാം ബുഖാരി ഇതിനോട് ബന്ധിച്ചെടുത്ത് കൊടുത്തതാണ് അത് എന്ന് വെക്കണം. കാനമിൻഹ, ഇത് വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇത് കാണാൻ പറ്റില്ല. മല്ലം യർഫഅ ബിഹി റഅസൻ ഐ തകബ്ബറ വലം യൽതഫിത് ഇലൈഹി, അതിലേക്ക് തിരിഞ്ഞതേയില്ല. ഞാനും ദുനിയാവും കുറെ സമ്പത്തുമായിട്ടങ്ങ് നടന്നു, ഇൽമിനെ കേട്ടില്ല, ഇൽമ കേട്ടില്ല, അല്ലെ കേട്ടു അമൽ ചെയ്തില്ല, വേണ്ടാ മറ്റൊരാൾക്ക് പഠിപ്പിച്ചില്ല. അത് ഫഹുവക്കൽ അർളി സബ്ഖത്തില്ലത്തി ലാ തഖ്ബലുൽ മാ, മിനുസമല്ലാത്ത മിനുസമായ പാറ പോലെയാണ്, വെള്ളത്തെ സ്വീകരിക്കുകയില്ല. വേണ്ടാ ആ പാറ അവിടെ ഉണ്ടാകുന്നുണ്ട്, അവിടെ വെള്ളം വീണ് തെറിച്ച് മറ്റുള്ളതിന് അത് നശീകരിക്കുകയും ചെയ്തു. അവിടെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വീട്ട് ഇങ്ങനെ തുള്ളി മീന് വീണ് പലതിനകത്ത് തെറിച്ച് അവിടെ ഒക്കെ ഇതാകത്തില്ല. അതെയാണ് കാണാൻ എന്റെ അവസ്ഥ. ഇൽമു കേട്ടില്ല, പ്രവർത്തിച്ചില്ല, അവനെ കൊണ്ട് ആൾക്കാർക്ക് ഉപകാരമില്ല, പിന്നെ ഉപദ്രവേ ഉണ്ടാവും. എന്താ മനസ്സിലല്ലോ ലാ തഖ്ബലുൽ മാ വലം യഅമലം യസ്മഅ وتفسده ولا غيره واشار بقوله ولن تقبل هدى الله الذي ارسلت به الى من لم يدخل في الدين اصلا. തീരെ തന്നെ ദീനിൽ പ്രവേശിക്കാത്തവർക്കാണ് അത് പറഞ്ഞത്. ഇനി എന്താ കഴിഞ്ഞോ ഇനി അവിടെ തന്നെ നമുക്ക് കുറച്ചുകൂടെ അതീത് വരുമ്പോ അതെല്ലാം മനസ്സിലാവും കേട്ടാ. ഇതിന്റെ ബാക്കികൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 ജാതി അല്ലെ? എത്ര ജാതിയാ പറഞ്ഞത് ആൾക്കാര്? അല്ലെ ഭൂമി എത്ര ജാതിയാ പറഞ്ഞേ? 3 2 ഭൂമി എത്ര ജാതിയാ പറഞ്ഞേ? ഓ എത്ര ജാതി ഭൂമിയാ പറഞ്ഞത്? എന്താണ് ചെയ്യപ്പ കാനത്ത് മിന്നോ നെയ്യത്തൻ, അതെത്ര? അതൊന്നല്ലേ? ഈ കുട്ടികളെ ശ്രദ്ധിച്ചില്ല ജുമാകിലും. പിന്നെന്താണ്? കാനത്ത് പിന്നെ അജാദിബ, പിന്നെ അസാബത്ത് പിന്നെ ത്വായിഫത്തുൻ ഉഖ്റ, അത് പറഞ്ഞില്ലേ? ഫഇന്നമായ ഖിയാൻ ലാ തുംസികുമാൻ വലാ തുംബിതുൽ കലാ. ഫദാലിക, ഈ പറഞ്ഞത് മസലു മൻ ഫഖഹ ഫീ ദീനില്ലാഹി വനഫഅഹു മാ ബഅദല്ലാഹു ബിഹി ഫഅലിമ വഅല്ലമ. അതിനകത്ത് ഏതെല്ലാം പെട്ടു? അമ്പത്തൽ കല വല്ല അശബൽ കസീറ, കണ്ടോ? വകാനത്ത് മിന്ന അജാദിബ അംസക്കത്തിൽ മാവ നഫഅല്ലാഹു ബിഹ അന്നാസ എന്ന് പറഞ്ഞ ആ 2 വിഷയവും ഏതിൽപ്പെട്ടു? ഈ പറഞ്ഞ ഒരു വിഭാഗത്തിൽ. ഈ ബാക്കി ഒന്നും പറഞ്ഞാൽ മതിയല്ലോ, ശരിയാ? അപ്പൊ പൂർത്തിയായില്ലെന്ന് പറയാൻ പറ്റുമോ? ഉപമകൾ തമ്മിൽ പൂർത്തിയായില്ലെന്ന് പറയാൻ പറ്റുമോ? ബസ് ഇനി പറഞ്ഞോ. ബുഖാരിയിൽ